എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന വ്യക്തി ഒരിക്കലും നമ്മളെ വിട്ടുപിരിഞ്ഞ് പോകാൻ സാധിക്കാത്ത രീതിയിൽ അത്രയ്ക്ക് ആഴത്തിൽ നമ്മളെ തിരിച്ച് സ്നേഹിക്കാനായിട്ടുള്ള 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ വേണ്ടവർ വേഗം തന്നെ എൻ്റെ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ത്രില്ല്, ഒരു ആവേശം വളർത്തിയെടുക്കുക, രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവരെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ അവരെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളധികം അങ്ങോട്ട് സംസാരിക്കാൻ പോകരുത്. കാരണം നമ്മൾ ഒരുപാട് സംസാരിച്ചാൽ ചിലപ്പോൾ അവർക്ക് ബോറടിച്ചെന്നിരിക്കാം. അപ്പം അവർക്കൊരു ത്രില്ല് വളർത്തിയെടുക്കണമെങ്കിൽ അവർ തന്നെ സംസാരിക്കണം. അപ്പോൾ അങ്ങനെ അവർ തന്നെ സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വളരെ ആർട്ടിഫിഷ്യൽ ആവുമൊന്നും വേണ്ട. നമ്മൾ നേരത്തെ തന്നെ കരുതി കൂട്ടി ചില കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക. അപ്പോൾ അവരോട് നമ്മൾ പല സംശയങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ പല ചോദ്യങ്ങൾ ചോദിക്കുക. അത് ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ ചോദിക്കണം. ഇപ്പോൾ എസ് ഓർ നോ എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത, അവർക്കിങ്ങനെ വിവരിച്ച് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് ചോദിക്കണം. ഒരുപക്ഷെ അവരുടെ തന്നെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ മതി, എന്തെങ്കിലും ഒരു വിശേഷം ചോദിച്ചാൽ മതി. അപ്പോൾ അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളും. അല്ലെങ്കിൽ രാവിലെ എന്തെടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അതുപോലെ തന്നെ അവരോട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അവരുടെ ഒപ്പീനിയൻ ചോദിക്കുക. അതുമല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഉപദേശം നിങ്ങൾ തേടുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ദിവസവും ഈ രീതിയിൽ അവർ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അവർക്കത് ഭയങ്കര ഒരു ഹരമായിട്ട് മാറും. കാരണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് കൂടുതൽ ഇങ്ങനെ സംസാരിക്കാനാണ്. കേൾക്കാൻ ആർക്കും തന്നെ അധികം ഇഷ്ടമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു പോയിന്റിൽ പിടിക്കണം. നമ്മളിവിടെ ആക്റ്റീവ് ലിസണേഴ്സായി മാറണം. നമ്മളധികം ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർ പറയുന്നത് കേൾക്കുക. അപ്പോൾ തങ്ങളെ കേൾക്കുന്നവരെ ആൾക്കാർക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ്. അത് അവരുടെ ഒരു വീക്ക്നെസ്സാണ്. തങ്ങളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ളവരോട് ഇവർക്ക് ഭയങ്കര ഒരു അഡിക്ഷൻ തോന്നും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ വിട്ടുപോകാൻ പിന്നെ തോന്നത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് വേദന വിഷമമൊക്കെ ഉണ്ടെങ്കിലും എന്നെ ഒരാൾ കേൾക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബലവും കോൺഫിഡൻസും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ അവർ വിട്ടു പോകത്തില്ല. കാരണം നിങ്ങളോട് അവരിങ്ങനെ വാദോരാതെ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലം അവർ തന്നെ വളർത്തിയെടുക്കും. അപ്പോൾ അത് പിന്നെ അവർക്ക് ആ ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഒരു സംസാരം നിർത്താൻ പറ്റത്തില്ല. പിന്നെ എല്ലാ ദിവസവും നിങ്ങളോട് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കാൻ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ബി യൂസ്ഫുൾ എന്നുള്ളതാണ്. നമ്മളാണേലും സ്നേഹിക്കുന്ന ആരെയാണ്, നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നവരെ നമ്മൾ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ലല്ലോ. നമ്മൾ അവരോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു പരിപാടി തിരിച്ച് ചെയ്യുക. നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നമ്മളെപ്പോഴും ഉപകാരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എന്തും ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. നമ്മളെക്കൊണ്ട് അവർക്ക് പല ഉപകാരങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും അവർക്ക് നമ്മളെ ആശ്രയിക്കേണ്ടി വരേണ്ട ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കണ്ടറിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് അവർ ചോദിക്കാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ അങ്ങോട്ട് ഇടിച്ച് കയറി അതൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരത് എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പ് അവർ ആസ്വദിക്കും. പിന്നെ കൂടുതലായിട്ട് അവർ നമ്മളെ ആശ്രയിക്കാൻ തുടങ്ങും. അങ്ങനെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് നമ്മളെ കൂടുതൽ ട്രസ്റ്റ് ആവും, നമ്മളെ അവർ കൂടുതൽ വിശ്വസിക്കാനായിട്ട് തുടങ്ങും, നമ്മളെ അങ്ങനെ പല കാര്യങ്ങളും ഏൽപ്പിക്കാനായിട്ട് തുടങ്ങും. പിന്നെ അവർക്ക് നമ്മളില്ലാതെ പറ്റത്തില്ല എന്നുള്ള രീതിയാണ്. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും അവർക്ക് നമ്മുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അവരെ കണ്ടറിഞ്ഞ് കെയറിങ് കൂടെ ചെയ്യുക. കെയറിങ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല കെയറിങ് ഇഷ്ടം, പുരുഷന്മാർക്കും കെയറിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുരുഷന്മാർക്ക് സ്ത്രീകളും, സ്ത്രീകൾക്ക് പുരുഷന്മാരും ആ രീതിയിൽ കണ്ടറിഞ്ഞ് കെയറും കൂടെ ചെയ്തു കൊടുക്കുക. ഇനി മൂന്നാമതായിട്ട് എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തരായിരിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യത്തിലും ആരെയും ചാരി നിൽക്കാൻ ഇടവരരുത്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് ഇമോഷണൽ ആയിക്കൊള്ളട്ടെ, ഏതൊരു കാര്യം എടുത്താലും നമ്മൾ സ്വയം പര്യാപ്തരായിരിക്കണം. ഒരിക്കലും നമുക്ക് നമ്മുടെ വീട്ടുകാരെ പോലും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരെ ചാരി ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ അവർ ആ സപ്പോർട്ട് പിൻവലിച്ചാൽ, നമ്മളിപ്പോൾ ഒരാളായിട്ട് സ്നേഹത്തിലാണെങ്കിൽ അവർ വീട്ടുകാർ സമ്മതിക്കത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ആ വ്യക്തിയെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. അല്ല, അപ്പോൾ അത്രയും കാലം നമ്മൾ സ്നേഹിച്ച് നമ്മുടെ ടൈമും എനർജിയും എല്ലാം വേസ്റ്റ് ആവുമെന്ന് മാത്രമല്ല നമ്മൾ ഡിപ്രഷനിലേക്കൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു സ്നേഹബന്ധത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നടത്തിയെടുക്കാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നമുക്ക് കൂടെ കൂട്ടാനുള്ള ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അല്ലെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഒരു ബാക്ക്ഗ്രൗണ്ടും നമുക്ക് ഒരുക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആ ഒരു ഉറപ്പ് നമുക്ക് നമ്മുടെ പങ്കാളിക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർക്ക് സ്വന്തമായിട്ടൊരു സാമ്പത്തിക സ്വയം പര്യാപ്തത ഉണ്ടായിരിക്കണം. പിന്നെ ഇമോഷണലായിട്ടൊരു സ്വയം പര്യാപ്തത ഉണ്ടായിരിക്കണം. പലരും സ്നേഹിക്കുന്ന വ്യക്തികളെ ഇട്ടിട്ട് പോകാൻ കാരണം അവരൊട്ടും സ്വയം പര്യാപ്തരല്ല ഒരു കാര്യത്തിൽ. അവർക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ വീട്ടുകാരോട് ചോദിക്കണം, നാട്ടുകാരോട് ചോദിക്കണം, കൂട്ടുകാരോട് ചോദിക്കണം. അങ്ങനെ എല്ലാവരും അനുവദിച്ചു വന്നാൽ മാത്രമേ അവർക്ക് പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും സ്ലോ ആയിരിക്കും. എല്ലാ കാര്യത്തിലും എടുക്കേണ്ട ഡിസിഷൻ എടുക്കേണ്ട സമയത്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് വേണം നടത്താൻ. ഇപ്പം സ്നേഹിക്കുന്ന ആൾക്കൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെങ്കിൽ പോലും വീട്ടുകാരോട് യാചിക്കണം, കാശ് ആയോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവരുടെ സ്നേഹബന്ധം അല്ലെങ്കിൽ വീട്ടുകാരെതിരെ നിൽക്കുകയാണെങ്കിൽ സ്വന്തമാക്കാനും പറ്റാതെ പോകുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ബന്ധത്തിൻ്റെ ഒരു ഉറപ്പുണ്ടാവത്തില്ല. ഏത് സമയത്ത് വേണമെങ്കിലും മറ്റേ ആരെങ്കിലും സപ്പോർട്ട് പിൻവലിച്ചാൽ ആ ഒരു ബന്ധം തന്നെ തകരാറിലാവും എന്നുള്ളൊരവസ്ഥയാണ്.
ആരെയും നമ്മളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. മറിച്ച് നമ്മളെ എല്ലാവരും ആശ്രയിക്കുന്ന രീതിയിലേക്ക് വേണം നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരാൻ. എല്ലാ കാര്യത്തിലും എന്തും ചെയ്യാനുള്ള കഴിവും കാര്യശേഷിയും സ്വയം പര്യാപ്തതയും ഉള്ള ഒരു വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരിക്കലും അങ്ങനെ പിരിഞ്ഞു പോകത്തില്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ നെഗറ്റിവിറ്റി, ടോക്സിസിറ്റി, അക്ഷമ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ റിലേഷൻഷിപ്പിൽ പുറത്തെടുക്കാനായിട്ട് പാടില്ല. മറിച്ച് അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ മുഴുവൻ ഒരു പോസിറ്റീവ് വൈബാക്കി എടുക്കുക. നമ്മൾ മൊത്തത്തിൽ പോസിറ്റീവ് വൈബുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ നെഗറ്റിവിറ്റി ഉള്ളവരാണെങ്കിൽ നമ്മുടെ പങ്കാളിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. പല റിലേഷൻഷിപ്പും ആദ്യമേ നല്ല രീതിയിലൊക്കെ തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഈ ടോക്സിസിറ്റി പുറത്ത് വരുന്നതുകൊണ്ടാണ് ആർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അധികാല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയും ടോക്സിസിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇതെല്ലാം നമ്മൾ പുറത്തെടുക്കും. നമ്മളൊരു കാർ ഓടിച്ച് പോകുമ്പോഴത്തേക്ക് കാറൊന്ന് കേടാവുന്നു. അപ്പം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉടനെ നമുക്ക് ഭയങ്കര വെപ്രാളമാവും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ കൂടെയുള്ള നമ്മുടെ സ്നേഹിക്കുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നീ കാരണമാണ് ഇതിപ്പോൾ ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞാൽ കൂടെയുള്ള വ്യക്തിയെ കുറ്റപ്പെടുത്തും. അങ്ങനെ ഭയങ്കര നെഗറ്റീവ് ആവും, പിന്നെ ഭയങ്കര അടിയാവും. അപ്പോൾ ആ രീതിയിലോട്ടൊന്നും പോകാതെ നമ്മൾ വളരെ പോസിറ്റീവ് വൈബുള്ളവരാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കറിയാതെ എങ്ങനെ നേരിടുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളും ചലഞ്ചിങ് സിറ്റുവേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ സോഫ്റ്റായിട്ട്, വളരെ കാമായിട്ട്, ഒരു മന്ദസ്മിതത്തോടുകൂടി നമ്മൾ വളരെ പുഷ്പം പോലെ ആ ഒരു സിറ്റുവേഷൻ അങ്ങ് ഡീൽ ചെയ്യും. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റേ വ്യക്തിക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് കൂടും. ഏത് ചലഞ്ചിങ് സിറ്റുവേഷനിലും ഈ വ്യക്തി വളരെ നല്ല രീതിയിൽ അത് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല കഴിവും കാര്യശേഷി ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ ആ വ്യക്തി ഒരിക്കലും എന്നെ അതിൻ്റെ പേര് കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം നല്ല സ്മൂത്തായിട്ട് ഈ വ്യക്തിയുടെ കൂട്ടത്തിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നോളും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആണെങ്കിൽ ആ പോസിറ്റിവിറ്റി എൻജോയ് ചെയ്യാത്തവരാരാണുള്ളത്? എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയുടെ കൂട്ടത്തിലായിരിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആകാതിരിക്കുക. അതുപോലെ നമുക്ക് നല്ല വിവേകവും ഉണ്ടായിരിക്കണം. സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ വളരെ വിവേകപൂർവ്വം തന്നെ പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് സ്നേഹബന്ധങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ വിവേകം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളും അതുവഴി ഉണ്ടാവാനായിട്ട് ഇടയുണ്ട്. അപ്പം നല്ല വിവേകവും പോസിറ്റിവിറ്റിയും ഉള്ള വ്യക്തികളെ തീർച്ചയായിട്ടും ആരും ഇട്ടിട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കത്തേ ഇല്ല. അങ്ങനെയുള്ള വ്യക്തികളോട് ചേർന്ന് നിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ. അഞ്ചാമത്തെ ബി എൻ്റർടൈനിങ് ആൻഡ് സപ്പോർട്ടീവ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഭയങ്കര ബോറന്മാരും ബോറത്തികളുമായി തീർന്ന ആർക്കും നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്നേഹബന്ധം തുടർന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ കൂട്ടത്തിലായിരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് വളരെയധികം എൻ്റർടൈൻഡ് ആയിട്ട് തോന്നാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമുക്ക് സിനിമ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നല്ലൊരു സിനിമ കാണുന്നെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. നമുക്ക് പിന്നെ സിനിമ തീരണമെന്ന് തോന്നത്തില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു വ്യക്തിയെ ശരിക്കും സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫീലാണുള്ളതെങ്കിൽ, നമുക്ക് അവിടുന്ന് പോരാൻ തോന്നാത്ത രീതിയിലുള്ളൊരു ഫീലാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കും, അറ്റാച്ച്ഡ് ആവും. ആ വ്യക്തിയിൽ നമ്മൾ വിട്ടുപിരിയത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ മറ്റേ വ്യക്തിക്ക് നമ്മളെ വിട്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ നല്ലൊരു അനുഭവമായിരിക്കണം നമ്മുടെ കൂട്ടത്തിൽ ആ വ്യക്തി വരുമ്പോഴൊക്കെ പകർന്നു കൊടുക്കേണ്ടത്. അത്രയ്ക്ക് നമ്മൾ എൻ്റർടൈനിങ് ആയിരിക്കണം. ഒരിക്കലും നമ്മൾ ബോറന്മാരോ ബോറത്തികളോ ആവാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് എപ്പോൾ വന്നാലും നമ്മളവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. നമ്മളവർക്ക് ഫുൾ അറ്റൻഷൻ കൊടുക്കുക. പലരുടെയും പ്രശ്നം അവർ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ വേറെ ആൾക്കാരോട് സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ശ്രദ്ധയോ പരിഗണനയോ ഒന്നും അവർക്ക് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. ഒപ്പം തന്നെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ആ വ്യക്തിയോട് നമ്മളെപ്പോഴും നന്ദിപൂർവ്വം പെരുമാറുക. ആ വ്യക്തി നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾക്കും സ്നേഹത്തിനും ഒക്കെ നമ്മളൊരു പ്രതിനന്ദി തിരിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി പിന്നെ എന്ത് കാരണം പറഞ്ഞിട്ടാണ് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്?